ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ വെള്ളപ്പയർ വെച്ചിട്ട് നല്ലൊരു മെഴുക്കുവരട്ടി റെഡിയാക്കി എടുക്കുന്നതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു അരമണിക്കൂർ കുതിർത്തെടുത്തിരിക്കുന്ന പയർ കഴുകി വാരി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് വേകുന്നതിന് ആവശ്യമായിട്ടുള്ള നെകക്ക വെള്ളവും ഒരു ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ടൊരു 4 വിസിലടിപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ പയർ വെന്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 12 വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പയറൊക്കെ ഉപയോഗിക്കുമ്പം ഇതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കഴിക്കുകയെന്നുണ്ടെങ്കിൽ ഒരു ഗ്യാസ് നമുക്ക് വന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ചേർത്തിരിക്കുന്നത് ഒരു 4 ഉണക്കമുളകും 5 ഗ്രാമ്പും ചെറിയൊരു കഷ്ണം കറുവപ്പട്ടയും കുറച്ച് കറിവേപ്പിലയാണ്. നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ചേർത്ത് കൊടുക്കുന്നത് വലിയൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. ആ ഒരു സവാള ചേർത്തതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഒരു സവാള ഒരു പകുതി ഭാഗത്തോളം നമുക്കൊന്ന് വാട്ടിയെടുക്കാവേ. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചേർത്ത് കൊടുക്കുന്ന പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകവും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് പാകത്തിനുള്ളൊരു എരിവുണ്ട്. നമുക്ക് കുറച്ച് എരിവൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിലേ മുളകിൻ്റെ ആ ഒരു അളവൊക്കെ നമ്മൾ കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാവേ. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നമ്മൾ എടുത്തിരുന്ന പയറിൻ്റെ അളവ് പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. 1/4 കിലോ പയറാണ് എടുത്തിരുന്നത്. ആ ഒരു പയർ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. മിക്സാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാലേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യട്ടോ. വെള്ളപ്പയർ വെച്ചിട്ട് മെഴുക്കുവരട്ടിയൊക്കെ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുവേ. അപ്പോൾ വളരെ ടേസ്റ്റിൽ റെഡിയാക്കി എടുത്തിരിക്കുന്ന ഈ ഒരു മെഴുക്കുവരട്ടിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിലേ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.